പണ്ടേ പെണ്ണുങ്ങൾ കൂടി സംഘം ചേർന്നിരുന്ന് ഭയങ്കര ചർച്ച നടത്തിക്കൊണ്ടിരിക്കുക. എന്താ ഇത്ര വലിയ ചർച്ച? സംഭവം എന്താ ചോദിക്കണമെന്നുണ്ടെങ്കിൽ, നേരം വെളുക്കുമ്പോൾ തൊട്ട് രാത്രിയാണ് വരെ നമ്മൾ കഷ്ടപ്പെട്ട് പണിയെടുത്ത് നടുവൊഴിഞ്ഞ് ആണുങ്ങൾക്ക് വളരെ സുഖമാണ്. അവരൊന്നും അറിയുന്നില്ല. അവർ തിന്നണം കുടിക്കണം ഉറങ്ങണം സുഖമായിട്ട് നടക്കണം. അപ്പം അങ്ങനെ വിട്ടാൽ പറ്റൂല. അവർക്ക് നമുക്ക് ഒരു പണി കൊടുക്കണം. നമ്മളെ കഷ്ടപ്പാടിനെ കുറിച്ച് കുറച്ചൊക്കെ അവരും അറിയണം. അതിനിപ്പോൾ എന്താ ചെയ്യുക? അപ്പോൾ അതിന് നമുക്ക് വഴിയുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. നമുക്ക് തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രത്യക്ഷപ്പെടുത്താം. എന്നിട്ട് ബ്രഹ്മാവിനോട് അതിനുള്ള വരം മേടിക്കാം. ശരി, അവരങ്ങനെ ചെയ്തു. പിന്നെ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടു. ബ്രഹ്മാവിനടുത്ത് കാര്യം പറഞ്ഞു. ബ്രഹ്മാവ് പറഞ്ഞു, ഞാനിപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഏത് വരം നിങ്ങൾക്ക് വേണ്ടേ? അപ്പോൾ പറഞ്ഞു, ആണുങ്ങൾ ഇങ്ങനെ സൂക്ഷിച്ച് നടക്കുകയാണ്, ഞങ്ങൾ പെണ്ണുങ്ങൾ കിടന്ന് കഷ്ടപ്പെടാം. അപ്പോൾ അവർക്ക് കാര്യമായിട്ട് പണി കൊടുക്കണം. അത് പറഞ്ഞു. അതിനുള്ള വര ഏതോ വേണ്ടെങ്കിൽ ചോദിക്കാൻ ഞാൻ തരാം. അപ്പോൾ അവർ തമ്മിൽ ആലോചിച്ചു. കുറേ നേരം ഇരുന്ന് പെണ്ണുങ്ങൾ തമ്മിലിങ്ങനെ ആലോചിച്ചു. എന്നിട്ട് അവർ കണ്ടെത്തിയ വിഷയം എന്ന് പറഞ്ഞാൽ, ആണുങ്ങൾക്ക് പ്രസവവേദന ആണുങ്ങൾക്ക് കൊടുക്കുക, പെണ്ണുങ്ങൾ സുഖമായി പ്രസവിക്കുക. അതാണ് അവർ കണ്ടെത്തിയ ഉപായം. ഉടനെ അതിനുള്ള വരം കൊടുക്കാനായിട്ട് ബ്രഹ്മാവ് തുനിഞ്ഞപ്പോൾ ഒരു സ്ത്രീ പറഞ്ഞേ, അതെ, കൊച്ചിൻ്റെ അച്ഛന് പ്രസവവേദന ഉണ്ടാവണം, കൊച്ചിൻ്റെ തള്ള സുഖമായി പ്രസവിക്കണം, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ആയിക്കോട്ടെ, അതിനുള്ള വരം കൊടുത്തിട്ട് ബ്രഹ്മാവ് പോയി. അങ്ങനെ സംഘത്തിലുള്ള ഒരു സ്ത്രീ ഇതുപോലെ പ്രസവിക്കാവുന്ന സമയത്ത് ഭർത്താവ് ഒരു മുറിയിൽ, ഭാര്യ അടുത്ത മുറിയിൽ. ഭർത്താവ് ഭയങ്കര പ്രസവവേദന അനുഭവിച്ചുകൊണ്ടിരിക്കുക, ഭാര്യ സുഖമായിട്ട് പ്രസവിച്ചു. ഇതും കഴിഞ്ഞ് മറ്റൊരു സ്ത്രീ പ്രസവമായി. ആ സ്ത്രീ പ്രസവിക്കാനായിട്ട് മുറിയിൽ കയറി. അടുത്ത മുറിയിൽ ഭർത്താവ് കിടന്നു. ഭർത്താവിന് ഏതോ ഒരു വേദനയില്ല. ആ ഭാര്യ സുഖമായിട്ട് പ്രസവിച്ചു. അപ്പോൾ ഭർത്താവ് ഭാര്യയ്ക്ക് എന്താ ആൾക്കാർ ചോദിച്ചു, വേദന ഒന്നുമില്ലേ? എനിക്കൊരു വേദനയില്ല. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ, കൊച്ചിൻ്റെ അച്ഛന് വേദന ഉണ്ടാവണ്ടേ? അപ്പോൾ അടുത്ത വീട്ടിൽ നിന്ന് ഭയങ്കര ഒച്ചയും വിളിയും കരച്ചിലും ബഹളവും കേൾക്കാം. ഇതെന്താ ഇപ്പോൾ അവിടെ നിന്ന് ഒച്ചയും വിളിയും കേൾക്കണം എന്ന് ഓർത്ത് ഓടി ആൾക്കാർ അവിടെ ചെന്നപ്പോഴത്തേക്ക് അവിടെ ഒരാൾ കിടന്നിട്ട് ഭയങ്കരമായിട്ട് വയറുവേദന വേദന എടുക്കണം എന്ന് പറഞ്ഞ് പൊളയാണ്. അപ്പോഴാണ് മനസ്സിലായത്, കൊച്ചിൻ്റെ അച്ഛന് വേദന വരണമെന്നുള്ള ഒരു വരം മേടിച്ചേക്കണേ. കൊച്ചിൻ്റെ അച്ഛൻ അവിടെ അപ്പുറത്തെ വീട്ടിലുള്ള ആളാണ്. ഉടനെ പെണ്ണുങ്ങൾ ചെയ്തു, ഇത് നമുക്ക് ശരിയാവില്ല. ബ്രഹ്മാവിനെ വീണ്ടും പ്രത്യക്ഷപ്പെടുത്തിയിട്ട് പറഞ്ഞേ, പ്രസവവേദന ആണുങ്ങൾക്ക് എന്തായാലും ആ വേദന കൂടി ഞങ്ങളിങ്ങനെ എടുത്തോളാം. അതാണ് സംഭവം.